എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജൂൺ 20-ന് ഇംഗ്ലണ്ടിനെതിരെ ആരംഭിക്കുന്ന 5 മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ പ്ലേയിംഗ് 11-ൽ 5 നിർണായക മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണിപ്പോൾ. ഈ മാറ്റങ്ങളോടെ ഇന്ത്യൻ ടീം കൂടുതൽ കരുത്താർജിച്ചുവെന്നും ഇംഗ്ലണ്ട് ടീം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവരുടെ വിരമിക്കലിന് ശേഷമുള്ള ഇന്ത്യൻ ടീമിന് ഇത് വലിയ വെല്ലുവിളിയായിരുന്നുവെങ്കിലും യുവതാരങ്ങളെ ഉൾപ്പെടുത്തി ടീമിനെ ശക്തമാക്കാൻ ഗിൽ ശ്രമിച്ചിട്ടുണ്ട്. ഗിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. 2016-ൽ ഇംഗ്ലണ്ടിനെതിരെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ മലയാളി താരം കരുൺ നായർക്ക് പ്ലേയിംഗ് 11-ൽ മടങ്ങിവരവ് നൽകിയിട്ടുണ്ട്. 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനായിരിക്കും നായർ ഇറങ്ങുക. നായരുടെ സാന്നിധ്യം ഇംഗ്ലണ്ടിനും വലിയ ഭീഷണിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അടുത്തത്, ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സായി സുദർശന് ടീമിൽ അരങ്ങേറ്റം നൽകിയെന്നതാണ്. രോഹിത് ശർമ്മയുടെ സ്ഥാനത്തായിരിക്കും സുദർശൻ കളിക്കുകയെന്ന് സൂചനയുണ്ട്. ഇനി ടീം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഷാർദുൽ ഠാക്കൂർ തിരിച്ചെത്തിയിരിക്കുകയാണ്. അടുത്തിടെ നടന്ന ഇൻട്രാ സ്ക്വാഡ് മത്സരത്തിൽ ശതകം നേടിയ പ്രകടനമാണ് ഷാർദുലിന് തുണയായത്. അടുത്തതായി, ചൈനാമാൻ ബൌളർ കുൽദീപ് യാദവിനെ പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തിയത് ടീം ഇന്ത്യയുടെ സ്പിൻ ആക്രമണത്തിന് കൂടുതൽ മൂർച്ച നൽകും. ബാറ്റിംഗിലും കുൽദീപ് നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പേസ് ബൌളർ മുഹമ്മദ് സിറാജിനു പകരം യുവതാരം അർഷ്ദീപ് സിംഗിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് അപ്രതീക്ഷിത നീക്കമായിരുന്നു. സമീപകാലത്തെ സിറാജിന്റെ മോശം പ്രകടനമാണ് ഈ മാറ്റത്തിനു പിന്നിൽ. T20 ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അർഷ്ദീപിന്റെ സാന്നിധ്യം ഇന്ത്യൻ പേസ് ആക്രമണം ശക്തമാക്കും. ഈ മാറ്റങ്ങളോടെ ഇന്ത്യൻ ടീം കൂടുതൽ ശക്തമായെന്നും ഇംഗ്ലണ്ടിനെ അവരുടെ മണ്ണിൽ തോൽപ്പിക്കാൻ ഈ ടീമിന് കഴിയുമെന്നും ക്രിക്കറ്റ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെ അവരുടെ മണ്ണിൽ തോൽപ്പിച്ച് ടെസ്റ്റ് പരമ്പര നേടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ